വേടനെ കുരുക്കിയതിനു പിന്നിൽ ഗൂഢാലോചനയോ? യുവാക്കളുടെ ഹരവും ആവേശവുമായ റാപ്പർ ഗായകൻ വേടൻ എന്നറിയപ്പെടുന്ന ഹാരിസൺ മുരളിയാണ് ഇപ്പോൾ പുലിപ്പല്ലാണെന്ന പേരിൽ വനംവകുപ്പ് കസ്റ്റഡിയിലുള്ളത്. ആനക്കൊമ്പ് കൈവശം വെച്ച കേസിൽ നടൻ മോഹൻലാലിന് കൊടുത്ത നീതിയൊന്നും വേടൻ പ്രതീക്ഷിച്ചില്ലെങ്കിലും പരിഗണന ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് വേടന്റെ ആരാധകർ. മോഹൻലാലിന്റെ എറണാകുളത്തെ വീട്ടിൽ അനധികൃതമായി ആനക്കൊമ്പ് സൂക്ഷിച്ചത് സംബന്ധിച്ച് 2011 ആദായനികുതി വകുപ്പാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് പിന്നീട് വനംവകുപ്പിന് കൈമാറുകയായിരുന്നു. ആനക്കൊമ്പ് കേസിൽ മോഹൻലാൽ ഒന്നാം പ്രതിയാണ് എന്ന് വ്യക്തമാക്കി പെരുമ്പാവൂർ കോടതിയിൽ വനംവകുപ്പ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ വനംവകുപ്പ് സമർപ്പിച്ച കുറ്റപത്രത്തിനെതിരെ മോഹൻലാൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ആനക്കൊമ്പ് കൈവശം സൂക്ഷിക്കുന്നതിന് മുൻകാല പ്രാബല്യത്തോടെ അനുമതിയുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വനംവകുപ്പ് തനിക്കെതിരെ സമർപ്പിച്ച കുറ്റപത്രം നിലനിൽക്കില്ലെന്നും മോഹൻലാൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ആനക്കൊമ്പ് സൂക്ഷിക്കുന്നതിന് തനിക്ക് അനുമതിയുണ്ട് എന്നായിരുന്നു അന്ന് മോഹൻലാലിന്റെ വാദം. ലൈസൻസിന് മുൻകാല പ്രാബല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നതിൽ നിയമ തടസ്സമില്ല. ആനക്കൊമ്പ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നൽകിയ കുറ്റപത്രം നിയമപരമായി നിലനിൽക്കില്ലെന്നും മോഹൻലാൽ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഈ സംഭവത്തിലൂടെ പൊതുജന മധ്യത്തിൽ തന്റെ പ്രതിച്ഛായ മോശമാക്കാൻ ശ്രമിക്കുന്നുവെന്നും മോഹൻലാൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. മോഹൻലാലിന്റെ തേവരയിലുള്ള വീട്ടിൽ നിന്നും ആദായനികുതി വകുപ്പ് 4 ആനക്കൊമ്പുകളാണ് കണ്ടെത്തിയത്. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് 7 വർഷത്തിന് ശേഷമായിരുന്നു. കേസിൽ മോഹൻലാലിനെ പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ വേടന്റെ കാര്യത്തിൽ മറിച്ചായിരുന്നു പോലീസ് നീക്കം. കഞ്ചാവിൽ നിൽക്കില്ലെന്ന് കണ്ട് പുലിനഖത്തിന്റെ പേരിൽ പിടിക്കുകയായിരുന്നു. എന്നാൽ മോഹൻലാലിന് 3 തവണ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനു ശേഷം 2012 വനംവകുപ്പ് മോഹൻലാലിനെ പ്രതിയാക്കിയത്. അന്വേഷണത്തിനൊടുവിൽ വന്യജീവി നിയമത്തിലെ പരിധിയിൽ ഈ കേസ് വരില്ലെന്ന് കണ്ട് കേസ് പിൻവലിക്കുകയായിരുന്നു. ആദായനികുതി വകുപ്പ് മോഹൻലാലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്ത കൊമ്പുകൾ കഴിഞ്ഞ UDF മന്ത്രിസഭയുടെ കാലത്ത് വനംവകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുൻകൈയെടുത്ത് തിരിച്ചു നൽകുകയും ചെയ്തു. തുടർന്ന് കൊമ്പ് സൂക്ഷിക്കാൻ ലാലിന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനുമതി നൽകി. വേടന്റെ എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവ് പോലീസ് പരിശോധനയിൽ പിടിച്ചെടുത്തു. എന്നാൽ ഈ കഞ്ചാവിൽ ജാമ്യം ലഭിച്ചെങ്കിലും കഴുത്തിലണിഞ്ഞിരിക്കുന്ന ലോക്കറ്റിലുള്ളത് പുലിപ്പല്ലാണെന്ന് കാട്ടിയാണ് വനംവകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇത് ഉന്നതങ്ങളിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ആക്ഷേപമുയരുന്നത്. വേടനോട് അധികൃതർക്കുള്ള അതൃപ്തിക്ക് കാരണങ്ങൾ ഇപ്പോഴും പുറത്തുവരുന്നുണ്ട്. എന്നാൽ തന്റെ അറസ്റ്റിൽ ഗൂഢാലോചനയില്ലെന്ന് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടെന്നും ഇപ്പോൾ അതിനു പറ്റിയ സാഹചര്യമല്ലെന്നും വേടൻ പറഞ്ഞു. വേടൻ യുവാക്കളുടെ ഹരമായി മാറിയ റാപ്പ് ഗായകനാണ്. സ്വന്തം രചനയിലൂടെ ഗാനങ്ങൾ സൃഷ്ടിച്ചു പാടുന്ന വേടന്റെ പരിപാടി കേൾക്കാൻ യുവാക്കൾ ഒന്നടങ്കം ഒഴുകിയെത്തുന്നത് പതിവ് കാഴ്ചയാണ്. കഞ്ചാവിൽ പിടിച്ച് ജയിലിലിടാനുള്ള സാധ്യതയില്ലെന്ന് കണ്ടാണ് പുലിപ്പല്ലിന്റെ പേരിൽ വേടനെ അകത്തിട്ടിരിക്കുന്നത് എന്നാണ് വേടന്റെ ആരാധകർ പറയുന്നത്. വേടൻ ധരിച്ചിരിക്കുന്നത് 5 വയസ്സു പ്രായമുള്ള പുലിയുടെ പല്ലാണെന്നാണ് വനംവകുപ്പ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വേടനെ അകത്താക്കിയത്. വേടൻ ധരിച്ചിരിക്കുന്ന പുലിയുടെ പല്ല് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിയാൻ ഇനിയും കാത്തിരിക്കണം. അതിനിടെ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത സാഹചര്യത്തിലാണ് തീരുമാനം.